എന്ത് വിവരം? നവവി ഇമാമിന്റെ വിവരമില്ലേ? നവവി ഇമാമിന്റെ ശറഹുൽ മുഹദ്ദബിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിന്റെ സമീപത്ത് ചെല്ലുമ്പോ മര്യാദ പാലിക്കണേ. ജീവിതകാലത്ത് വിട്ടു നിൽക്കുന്ന അതബോടുകൂടി ഒരു ദൂരം പാലിച്ചുകൊണ്ട് വിട്ടു നിൽക്കണം. ഖബർ തൊട്ടു പോകരുത്, ചുംബിക്കരുത്. വലായ ജൂസു അൻ യുതാഫ, തവാഫ് ചെയ്യപ്പെടരുത്. ബർക്കത്തിന് വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തൊടുക പോലും ചെയ്യരുത്. അതിലൊന്നും ബർക്കത്തില്ല കേട്ടോ. ബർക്കത്ത് നിശ്ചയിക്കേണ്ടത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം വരുന്ന നിലക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആ ഒരു വിവരം പോലും ഇല്ലാത്തയാളാണോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ഇവരിതൊക്കെ കാണുന്നു ഈ അറാബി ചെയ്യുന്നത്, എന്നിട്ട് ഒരക്ഷരം മിണ്ടി എന്ന് റിപ്പോർട്ടിലില്ലല്ലോ. നുണയല്ലേ, കളവല്ലേ പറഞ്ഞത് മുഴുവനും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിവിടെ ഉദ്ധരിച്ചിട്ടില്ലേ? ആ കഥ ഉദ്ധരിച്ച നിങ്ങൾക്ക് കസ്സാബായ നുണയന്മാരായ ആളുകളുടെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ലജ്ജയില്ലാതെ പോയല്ലോ. കിതാബിൽ അതിനെപ്പറ്റി വിവരമില്ലാതെ നിങ്ങൾ എന്തിനാ ഉദ്ധരിച്ചത്? നിങ്ങൾക്ക് ഈ കിതാബ് തിരിയൂലെങ്കിൽ, നിങ്ങൾക്ക് റിപ്പോർട്ടിന്റെ ബലാബലം പറയുന്ന സീഹകളെ സംബന്ധിച്ചൊന്നും പിടിപാടില്ലെങ്കിൽ, റുവിയയും യുർവയും ഒക്കെ വന്നാൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടാൽ അതിൻ്റെയൊക്കെ വിധി എന്ത് എന്ന് പഠിക്കാൻ അവസരം കിട്ടാതെ റിസീവർ പണിയാണ് കാര്യമെങ്കിൽ ഒന്നുകൂടെ പഠിക്കണേ, ഒന്നുകൂടി അറിയണേ. കസ്സാബായ ആളുകൾ, അത്തരത്തിലുള്ള പരമ്പരയിലുള്ള ആളുകളുള്ള ഇത്തരം കഥകൾ നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമാണോ നിങ്ങൾ പറഞ്ഞു എവിടെ എത്തിപ്പോയി? റസൂൽ സല്ലല്ലാഹു